കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരത്തെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ബന്ധം, ആ കുട്ടിയെ ആക്രമിച്ചത് ഇയാൾ തന്നെയാണ് എന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക്, റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ടെലിഫോൺ ലൈനിൽ കട്ടായിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാളെയും കൊണ്ട് റെയിൽവേ പോലീസ് തമ്പാനൂരിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കിഴക്കേക്കോട്ടയിലെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തമ്പാനൂരിലേക്കാണ് ഇപ്പോൾ ഇയാളെ കൊണ്ടുപോകുന്നത്. ഇയാൾ ആ ശബ്ദശകലത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാനല്ല, മറ്റൊരാൾ, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ചവിട്ടിയത് എന്നൊക്കെ ഇയാൾ ആ പോകുന്നതിനിടയിൽ പറയുന്നുണ്ട്. അത് വ്യക്തമല്ലാത്രയ്ക്ക്. എന്തായാലും ഇയാളാണ് ആക്രമിച്ചതെന്ന് കൂടെയുള്ള പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ മുഖം മറയ്ക്കുന്നത്. ഒരു തിരിച്ചറിയൽ പരേഡിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇയാൾ തന്നെയാണ് അക്രമി എന്നത് ഈ ആക്രമണത്തിനിരയായ കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഘട്ടത്തിൽ മുഖം മറച്ച് അയാളെ കൊണ്ടുപോകുന്നത്. അതെന്തുകൊണ്ടാണെന്നൊരു സംശയം വരേണ്ടതില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയുള്ളത്. ഈ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആന്തരിക രക്തസ്രാവമുണ്ട്. വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് 19-കാരിയായ കുട്ടിയെ. കൂടെയുള്ള സുഹൃത്ത് ഭാഗ്യവശാൽ ആ കുട്ടി ട്രെയിനിനകത്ത് തന്നെ വീഴുകയായിരുന്നു. ട്രെയിനിലെ ടോയ്ലറ്റിൽ പോയി മടങ്ങുന്ന വഴിക്ക് ഇയാൾ ആക്രമിക്കുകയായിരുന്നു. ആ വാതിലിനോട് ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ എന്തിനങ്ങനെ ചെയ്തു? മദ്യത്തിൻ്റെ ലഹരിയിൽ 2 പെൺകുട്ടികളെ കണ്ടപ്പോൾ ആക്രമിച്ചോ? ഇതാണ് പ്രധാനമായും അറിയേണ്ടത്. അരുൺ, ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നേരെ അങ്ങോട്ടേക്കല്ലേ കൊണ്ടുവരിക? അതുതന്നെയാണ്. ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് നേരെ ഇവിടെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഉണ്ട്, നേരത്തെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. അല്പസമയത്തിനകം പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇയാളെ വിശദമായ ചോദ്യം ചെയ്യുക ഇവിടെ വെച്ച് തന്നെയാകും. സ്വാഭാവികമായും ഇയാൾ മദ്യലഹരിയിലാണ്. ഇപ്പോൾ അയാളുടെ ഒരു പ്രതികരണം രീതിയിൽ നമുക്ക് ഞാനല്ല എന്ന് പറഞ്ഞു കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അവ്യക്തമാണെങ്കിൽ പോലും അത്തരം ഒരു പ്രതികരണം അയാൾ അത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമാകില്ല. ഏതായാലും മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സോനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചനയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പ്രതിയെ കൊണ്ടുവരികയാണ്. ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു. ആ പ്രതിയെ കൊണ്ട് ഈ RPFന്റെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു. മുഖമറച്ച് തന്നെയാണ് പ്രതി ഇരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്തെ തമ്പാനൂരിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പെൺകുട്ടികളെ ആക്രമിച്ച അക്രമി സുരേഷ് കുമാർ, ഇയാളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ചവിട്ടിയാരറിയാമോ? അതൊരു ബംഗാളിയാണ്. ഞാൻ കണ്ടുപിടിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കളല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നു. താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്കൊപ്പം ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന താങ്കൾ ആക്രമിച്ച 2ാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടിയാരറിയാമോ? അതൊരു ബംഗാളിയാണ്. ഞാൻ കണ്ടുപിടിക്കുന്നു.
അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കളല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നത്. അതായത് അയാളുടെ വേർഷനാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ആരെ ആക്രമിച്ചു, എനിക്കൊന്നും അറിയില്ല. അവിടെ നിന്നൊരു ബംഗാളിയാണ് ചവിട്ടിയത്, ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാനല്ല അത് ചെയ്തത്. ഇതാണ് അയാൾക്ക് പറയാനുള്ളത്. മദ്യലഹരിയിലാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് 2-3 തവണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അതിന് അയാൾക്ക് മറുപടിയില്ല. PV അരുൺ, ഇതാണ് അയാളുടെ വാക്കുകൾ. ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് ഇറക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. മദ്യലഹരിയിലാണോ എന്നതിന് മാത്രം മറുപടിയില്ല. തീർച്ചയായിട്ടും മദ്യലഹരിയിലാണ്. അയാൾക്ക് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അത്രയധികം മദ്യലഹരിയിലാണ്. ഉടുമുണ്ട് പോലും പറഞ്ഞു പോകുന്ന തരത്തിലാണ് അയാൾ. മുണ്ടുടുക്കാനുള്ള ബോധം പോലും അയാൾക്കില്ല എന്ന് വ്യക്തമാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ, ഇവിടെ വെച്ച് കാണുമ്പോഴും അതുതന്നെ അവസ്ഥ. അയാൾ പോലീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ തീവ്രവാദിയാണോ, തീവ്രവാദിയെ കൊണ്ടുപോകും പോലെ എന്നെ കൊണ്ടുപോവുകയാണോ, ചോദ്യമൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഒരു ബംഗാളിയാണ് ചവിട്ടിത്തള്ളിയെന്ന ഒരു ന്യായവും അയാൾ പറയുന്നുണ്ട്. ഏതായാലും അത്തരം തെളിവൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സോനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി അർച്ചനയും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇയാൾ തന്നെയാണ് പ്രതി. മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒരു കുറ്റകൃത്യം മറയ്ക്കാൻ അയാളാണ് പ്രതിയെങ്കിൽ അയാൾ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാണ്. പോലീസിനോട് തട്ടിക്കയറുന്നു, ഞാനെന്താ തീവ്രവാദിയാണോ, തീവ്രവാദിയെ കൊണ്ടുപോകും പോലെ എന്നെ കൊണ്ടുപോവുകയാണോ, നടക്കട്ടെ എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അയക്കുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ അത് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാൻ കഴിയും. ആ രീതിയിൽ പോലീസിനോട് തട്ടിക്കയറി നടന്നു പോകാൻ പോലും കഴിയാത്തത്ര മദ്യലഹരിയിലാണ് അയാളെന്ന് വ്യക്തമാണ്. അയാളെ വളരെ പണിപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഈ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ മാധ്യമങ്ങളെ ഈ സ്റ്റേഷന് പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. റെയിൽവേ പോലീസിന്റെ അന്വേഷണമാണ്. ഏതായാലും ഒരു ജാഗ്രത പോലീസ് ഇപ്പോൾ കാട്ടുന്നുണ്ട്, റെയിൽവേ പോലീസ് കാട്ടുന്നുണ്ട്. മാധ്യമങ്ങളെ പുറത്തു നിർത്താൻ ജാഗ്രത കാട്ടുന്നുണ്ട്. ജാഗ്രത ഒന്ന് ട്രെയിനിനുള്ളിൽ സാധാരണ തുടർന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ഇത്തരം പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമായിരുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ പുറത്തിറക്കാൻ കാണിച്ച ജാഗ്രത പോലീസ് അവിടെ കാണിച്ചിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഒരു ദുർഗതി ഉണ്ടാകുമായിരുന്നു. ഏതായാലും പ്രതിയെ പിടികൂടാനായി എന്നത് ആശ്വാസകരമാണ്. പ്രതിയെ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ അവിടെ നിന്ന് കൊച്ചുവേളി എത്തുന്ന സമയത്തിനുള്ളിൽ പിടികൂടാനായി എന്നത് ആശ്വാസകരമാണ്. ഏതായാലും ആ പെൺകുട്ടി ഇപ്പോഴും ജീവന് വേണ്ടി മല്ലിടുന്ന അവസ്ഥയിലാണ്. അത്ര ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പെൺകുട്ടി രക്ഷപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. അയാൾ പൂർണ്ണമായും മദ്യലഹരി എന്ന് തോന്നുന്ന തരത്തിലാണ് നമുക്ക് അയാളുടെ പെരുമാറ്റം കാണുമ്പോൾ, അയാളുടെ ചലനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ കുറ്റകൃത്യം രക്ഷപ്പെടാനും അയാൾ ഇത് ഉപയോഗിച്ചുകൂടായികയില്ല. അയാൾ പറയുന്നുണ്ട്, ഞാനല്ല ഇത് ചെയ്തത്, മറ്റൊരു ബംഗാളിയാണെന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നുണ്ട്. തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെയാണോ എന്നെ കൊണ്ടുപോകുന്നത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാൻ സ്വാഭാവികമായും ഈ സുരേഷ് കുമാറിന് ബോധമുണ്ടെങ്കിൽ അയാൾ കുറ്റകൃത്യം മറയ്ക്കാനുള്ള ശ്രമമായി കൂടി അതിനെ കാണേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് തീർച്ചയായും ലഭിക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അതിക്രമം നടത്തിയത്, ഇയാളുടെ മറ്റു പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ അതടക്കം അറിയേണ്ടതുണ്ട്. ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറാണ്, പെയിന്റിംഗ് കോൺട്രാക്ട് കരാർ എടുക്കാനായി കോട്ടയത്തേക്ക് പോയി എന്ന വിവരമാണ് പ്രാഥമികമായി റെയിൽവേ പോലീസിനോട് ഇയാൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും ഇയാളുടെ മറ്റു പശ്ചാത്തലങ്ങളിൽ കൂടി സ്വാഭാവികമായും പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് കൂടുതൽ പരിശോധനകൾക്കായി